നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേക് മാസ്റ്റർ ടീമിന്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എന്താ പറയുക, മരുതൂർക്കടവിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ മേന്നിലം എന്ന് പറഞ്ഞ സ്ഥലം, തിരുവല്ലത്തിന് മുന്നേ മേന്നിലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഒരു കുറച്ച് പണിയുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ ഒത്തിരി കാലം പഴക്കമുള്ള ഒരു സുഹൃത്താണ് ശ്രീമാൻ അനിൽ തളിയിൽ. അദ്ദേഹത്തിൻ്റെ ഒരു പണി സൈഡിൽ പണി ചെയ്യുന്ന ആൾക്കാർ ഇന്റർലോക്ക് തറയിൽ പാകുന്ന കട്ട എടുത്തുകൊണ്ടുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു വലിയ മൂർഖൻ അതിഥിയെ കണ്ടു നമ്മൾ വിളിക്കേണ്ട അല്ലേടാ. നമസ്തേ, എന്തുണ്ട് വിശേഷം? ചേട്ടാ സുഖമായിരിക്കുന്നല്ലോ? എത്ര പണിക്കാരുണ്ടെന്ന്? പിന്നെ ഇവരാണോ കണ്ടത്? എവിടെയാണ് കണ്ടത് നിങ്ങൾ? എവിടെയാണ് ഏട്ടാ കണ്ടെന്ന് പറഞ്ഞത്? ഇതിനകത്ത് ഇവിടെ വന്നതും അതിനകത്തുനിന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇതിനകത്തോട്ട് കയറി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നേരെ വെളിയിൽ പോയിട്ടില്ല ഏട്ടാ? ആ സമയത്ത് നമുക്ക് ഇവിടെ ആളുണ്ട്. ഞങ്ങൾ മാറാൻ നിൽക്കുക. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പോയിട്ടില്ല. ഓക്കെ. അപ്പൊ ഇനി ഇത് നിങ്ങൾക്ക് പാമ്പ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വേണം നിങ്ങൾക്ക് അവിടെ ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ ഈ കണ്ടത് തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ ഒന്നും കാണാൻ ചേട്ടാ. ചേട്ടാ എന്നറിയാം, ഇത് വർഷങ്ങളായി ഇങ്ങനെ കിടക്കല്ലേ, എന്നാലും അത്രേ ഉള്ളൂ. അപ്പോൾ വെള്ളം കയറി കാട് കയറി ഇത് വൃത്തിയാക്കി. ഇവർ പറയുന്നത്, ചേട്ടൻ പറഞ്ഞു ഇവിടെ കണ്ടു എന്ന് പറയുന്നത്, പക്ഷേ കാടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു മേഖല മൂർഖന്മാരുടെ ഒരു താഴ്വരയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മാറ്റി നോക്കാം. അതിനകത്ത് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. പുള്ളിക്കാരൻ പറയുന്നത് അതുണ്ട്, അതിൻ്റെ അടിയില്ല. പക്ഷെ ഇവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടാ ഞാൻ കല്ല് അങ്ങോട്ട് ഇട്ടേരേ, പണി ചെയ്യണ്ടേ? അപ്പം നിങ്ങൾക്ക് അത് എടുക്കുകയും ചെയ്യാമല്ലോ. ഇതിൻ്റെ ഇടയിൽ തന്നെ കയറിയല്ലേ? ആ സമയം തൊട്ട് നിങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ കേട്ടോ, ഓക്കെ. നല്ല സ്പേസ്, നല്ല സൗകര്യം അകത്തോട്ട് പോകാനുള്ളതുകൊണ്ടേ എങ്ങോട്ട് തന്നെ പോവാലോ. ഇതിനകത്തൂടെ അല്ലേ? നോക്കാം. ഇവിടുന്ന് മാറ്റി നോക്കി നമ്മൾ ഇറങ്ങി പോണതേ അറിയാൻ പറ്റില്ല. പണ്ട് മേച്ചിരി പണിയായിരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വാക്കൻസി ചോദിക്കണമെന്ന് പറഞ്ഞാൽ ഇരിക്കുകയാണ് കേട്ടോ. പണിക്ക് വരട്ടാന്ന്. അടിപൊളി ഇതിൻ്റെ. ഇപ്പം എന്തായാലും നമുക്കിവിടെ കാണാം. എന്തായാലും പുള്ളി ഇവർ പറഞ്ഞത് കറക്റ്റായി. കാരണം എന്താണെന്നറിയാം, അടിപൊളി. അതിലുപരി ഇവർ നോക്കി നിന്നത് അതിലുപരി നല്ലതായി. ഇരിക്കുന്നത് മാത്രമല്ല, ഇവർ 2-3 കാര്യങ്ങൾ പറഞ്ഞു. എന്താണെന്നറിയാം, ഒന്ന് പടം പൊഴിക്കാറായെന്ന് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞ് നല്ല സൈസാണെന്ന്, മൂന്നാമത് ഇതിലേക്ക് കറങ്ങി കിടക്കുന്നു പറഞ്ഞു. അപ്പോൾ കറങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനാകപ്പെട്ട ടെൻഷനില്ല. ഇവരുടെ പുഞ്ചഗിരി ഒരുപാട് ഷാപ്പുകളുള്ള സ്ഥലമാണ്. ഇനി അവിടെ ആയിട്ട് പോയിട്ട് ഒന്നിറങ്ങിയ പാമ്പാണെന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കാണാം, ഇവരുടെ കണക്കൂട്ടിൽ തെറ്റിയില്ല. ഇവിടെ ഞാൻ ഇത് മാറ്റുകയാണ്. ഇതായിരിക്കുന്നു പാമ്പ. അന്നേട്ടം പറഞ്ഞ കണക്കാണ്. ഇതായിരിക്കുന്നു. ഒരു കാര്യമുള്ളതെന്നറിയാം, എനിക്ക് നിങ്ങളോട് പറയാനുള്ള, എനിക്ക് ഒരുപാട് പ്രാവശ്യം ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പാറയൊക്കെ കൊണ്ടിട്ടിരിക്കുമ്പോൾ പാറ നമ്മളറിയാതെ മറിക്കുന്ന സമയത്ത് അതിനകത്ത് കൈയിടുന്ന സമയത്ത് ഇതുപോലെ അതികളിരിക്കും. എപ്പോഴും നിങ്ങൾ മുപ്പല്ലിയോ മൺവട്ടിയോ അല്ലെങ്കിൽ കുന്താലിയോ അല്ലെങ്കിൽ പിക്കാസ്, മറ്റേ ജില്ലകളിലൊന്നും പിക്കാസില്ല. തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ പിക്കാസിൻ്റെ ഉപയോഗം തിരുവനന്തപുരം ജില്ലയാണ് കൂടുതൽ പിക്കാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിക്കാസ് അങ്ങനെ സാധനങ്ങൾ ഉപയോഗിച്ച് കട്ട വലിച്ച് മാറ്റിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ കട്ടയൊക്കെ എടുക്കുക. കാരണം നമ്മൾ ഒരുപാട് പേർക്ക് ഇതിൽ വിറവെടുക്കുമ്പോൾ കടി കിട്ടുന്നുണ്ട്. തൊഴിലുറപ്പിൻ്റെ അമ്മമാരെ, കാരണം അമ്മമാർക്ക് ഒരിക്കലും പറഞ്ഞാൽ കേൾക്കുകയില്ല. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് കാട്ടാക്കിടയ്ക്ക് അപ്പുറത്ത് നമ്മുടെ എന്താ പറയുക, ഈ അടുത്ത കാലത്ത് വിറവ് വേസ്റ്റ് എടുത്ത് അമ്മയ്ക്ക് കടി കിട്ടി. ഇപ്പോൾ തൃശ്ശൂർ ഇവിടെ വേസ്റ്റ് പുല്ലെടുത്ത് അമ്മയ്ക്ക് കടി കിട്ടി. അങ്ങനെ ഇപ്പോൾ ഈ അഞ്ചലോ മറ്റേ തൊഴിലുറപ്പിൻ്റെ അമ്മ പോയി ചപ്പ് കൈ കൊണ്ടെടുത്ത സമയത്ത് കടി കിട്ടി. അപ്പോൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ജീവൻ നിങ്ങളാണ് സംരക്ഷിക്കേണ്ടത്, മറ്റാരും ഉത്തരവാദികളല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും കൈയിട്ട് ഇങ്ങനെ എടുക്കരുത്. നോക്കൂ, അവർ പറഞ്ഞു പടം പൊഴിക്കുക. അല്ലേട്ടം വിളിച്ചപ്പോഴാണ് പടം പൊഴിക്കാറതാണ്ട, പടം പൊഴിക്കാറായിരിക്കുന്നു. പടം പൊഴിക്കാറായിരിക്കുന്നത് വേറെ പ്രത്യേകത. പടം ചിലപ്പോൾ പൊഴിക്കാറായി കാണും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എന്തിൻ്റെ ഇടയിൽ ഞെരുങ്ങിയപ്പോഴാണ് ഈ പടം പൊഴിയുന്നത്.
ഈ പടം പൊഴിയാറായില്ല, ഇനി ഒരു 5 ദിവസം കൂടി എടുക്കും പടം പൊഴിയാൻ. അപ്പോൾ വേണ്ട 5 ദിവസം കൂടി എടുക്കും. ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കല്ലെടുത്തപ്പോൾ പേടിച്ച് ഇതിൻ്റെ ഇടയിൽ ഞെരുങ്ങി വന്നതുകൊണ്ടാണ് എന്താ പറയുക ഇത് വന്നത്. ഇതാണ്ട പുള്ളി വന്നപ്പോഴേ പറയുന്നുണ്ട് പടം പൊഴിക്കാറായെന്ന് ആദ്യം പറയുന്നത്. നോക്കിക്കോളൂ, വേണ്ട പടം പൊഴിക്കാറെന്ന് ഉറപ്പായിട്ട് പറയുന്നുണ്ട്. പടം പൊഴിക്കാറെന്ന് നോക്കിക്കോളൂ, പടം ഇതാണ് അപകടം. ഇപ്പോൾ ഇതിനൊന്നും ഉണ്ട്, ഇപ്പോൾ എന്ത് കണ്ടാലും അവൻ കഴിക്കും. പുള്ളി പറഞ്ഞതുപോലെ നല്ല ഫുഡ് എടുത്ത് കിടക്കുന്ന ആൾ. നോക്കിക്കോളൂ, ഏകദേശം 5 അടി 6 അടിയോളം നീളമുണ്ട്. ആള് മെയിലാണ്, ഫീമെയിലല്ല. കണ്ടാൽ പെട്ടെന്ന് കണ്ടാൽ ഫീമെയിൽ പോലെ ഇരിക്കും. കണ്ണ് പടം പൊഴിക്കാറായിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ചേട്ടാ ഒരു ചാക്കിങ് തരാമോ? പടം പൊഴിക്കണം. അപ്പം നമുക്കിത് കൂടുതൽ അവനായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വെച്ച് പെട്ടെന്നാണ് ഇത് സഞ്ചി. ഈ സഞ്ചിക്ക് ഒരു കുഴപ്പമുള്ളത്, ഈ സഞ്ചിക്ക് ഒരു പ്രത്യേകത എന്നറിയാം. ഈ സഞ്ചികൾ എളുപ്പം എന്നറിയാം. ഈ സഞ്ചിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് അതിനെ അവൻ തുളയ്ക്കും. 5 മിനിറ്റ് വേണ്ട. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയിൽ പോയിട്ട് വേറെ ചാക്കിനകത്ത് ഇട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പണി സൈഡിൽ, അല്ലേട്ടൻ്റെ പണി സൈഡിൽ നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ കണ്ട ഉദ്ദേശം 6-7 വയസ്സോളം പ്രായം വരുന്ന ആൺമൂർക്കൻ, പടം പൊഴിക്കാറായ, സ്കിൻ ഷെഡ് ചെയ്യാറായ, ചട്ട പൊഴിക്കാറായ ആൺമൂർക്കനെ നമ്മൾ പിടിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ വന്ന് അത് കുറച്ച് കല്ല് മാറ്റിയപ്പോൾ കിട്ടി ചാക്കിലാക്കി. അപ്പോൾ നമ്മൾ സമയം കളയാനല്ല, ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ എത്തി നിൽക്കുന്നത് തിരുവല്ലത്തിനടുത്ത് തന്നെയാണ്, മേന്നിലത്തിനടുത്ത് തന്നെ. ഇവിടെ എല്ലാം അടുത്തടുത്താണ്. ഇവിടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു നായയുടെ മുന്നിൽ ഒരു അതിഥി വന്നിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് നായരെ അതിനെ പിടിച്ചു, കടി കിട്ടി. നായ എടുത്ത് കുടഞ്ഞ സമയത്ത് നായ്ക്ക് കടി കിട്ടി, നായ് മരണപ്പെട്ടു. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ. നമുക്ക് നോക്കാം അതിഥി ആരാണെന്ന്. നായ് ചരിച്ച് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അവരോടൊപ്പം പങ്കുവയ്ക്കും. പക്ഷേ ഇവിടുത്തെ സ്ഥലം കാണുമ്പോൾ നല്ല ഒരു അന്തരീക്ഷം, നല്ല തണുത്ത അന്തരീക്ഷം, വെള്ളം കയറുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെയൊക്കെ ധാരാളം പാമ്പുള്ളൊരു സ്ഥലമാണ്. പാമ്പ് ഇല്ലാത്ത സ്ഥലത്തിൽ പാമ്പുകളുടെ ഒരു താഴ്വരയുണ്ട്. പക്ഷേ ഇങ്ങനെ പറമ്പുകൾ കിടക്കും. ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്നപ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നു ഈ കാട് കിടക്കുന്നതുകൊണ്ടാണ് പാമ്പ് വരുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാട് കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ പാമ്പ് വരാത്തതെന്നുള്ളത് നിങ്ങൾ പരമാർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരാത്തത്. അപൂർവമായിട്ട് മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ വെട്ടുകയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന പാമ്പുകൾ ഇവിടെ 1, 2, 3, 4, 5 ഒന്നും ആയിരിക്കില്ല. തണുത്ത പ്രദേശമായിട്ട് ഇവിടെ മൂർക്കൻ്റെ താഴ്വരയാണ്. അപ്പോൾ ഇത് വൃത്തിയാക്കുന്ന സമയത്ത് ഇവയെല്ലാം 4 പാടുള്ള വീടുകളിലേക്ക് കയറും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പറമ്പൊന്ന് വൃത്തിയാക്കാനായിട്ട് നിങ്ങൾ പറയരുത്. നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ അപകടം വിലയ്ക്ക് വാങ്ങി എന്നുള്ളതുകൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇതിനെയാണോ കടിച്ചത്? ഓ, നാടനല്ലേ? ഇവനെ കടിച്ചിട്ട് ഇവൻ മരിച്ചു. എത്ര സമയം മരിച്ചിട്ട്? 2:30 മണിക്ക്. ഇവരും പോകുന്നുണ്ട്. ഇപ്പൊ മരിച്ചിട്ട് ഇപ്പൊ മരിച്ചതേ ഉള്ളൂ അല്ലേ? അരമണിക്കൂറൊക്കെ ആയുള്ളൂ. 1 മണിക്കൂർ. പക്ഷെ ഇവരിന് ഇപ്പൊ പോകുന്നുണ്ട്. കടിച്ചിട്ട് ഇത് കടിച്ച് ചെറുതായിരുന്നോ പാമ്പ്? ചെറുതോ? ചെറിയ പാമ്പ് കടിച്ചിട്ട് മരിച്ചോ? ചെറിയ പാമ്പോ? ഹലോ, എനിക്ക് അത്ഭുതമായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഈ വർഷം മുട്ട വിരിഞ്ഞ പാമ്പ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് കടികൾ എനിക്ക് ചെറുതിന് കിട്ടിയില്ല. ഞാൻ ഒരു മരുന്നും എടുത്തിട്ടില്ല. അത്രയും പ്രശ്നം 100 കണക്കിന് കടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു മരുന്നില്ല. പക്ഷേ ഇവർ ചേച്ചി അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ ചെറിയ പാമ്പ് കടിച്ചിട്ട് ഇത് മരിച്ചു എന്നാണ് പറഞ്ഞത്. എത്ര സമയം ഉദ്ദേശം കടിച്ചിട്ട്? 2 മണിക്കൂർ. അവന്റെ മുന്നിൽ ഒന്ന് കളിച്ചുകൊണ്ടിരുന്നായിരിക്കും. അവൻ കയറി പിടിച്ചു. അതാണ്. അപ്പൊ കയറി പിടിച്ചപ്പോൾ തിരിച്ചു കടിച്ചു. അപ്പൊ ഇവ ഇതിന് മുന്നേ പിടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഉണ്ടായിരിക്കും. അവൻ ആ ഓർമ്മ വെച്ച് അവൻ പിടിക്കുന്നില്ല, പിടിക്കത്തില്ല. നോക്കി ഇതാണ് നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ പശുവിനൊക്കെ മൂർക്കൻ പാമ്പിന്റെ കടിയേറ്റ് മരണപ്പെട്ടാൽ ഉണ്ടാകുന്ന ലക്ഷണം ഇതാണ്. നാക്ക് പുറത്തേക്ക് തള്ളിയിട്ട് ഇതുപോലെ സലൈവ ഇങ്ങനെ ചാളുക ഇങ്ങനെ വന്ന് വായിക്കുന്നതാണ്ട. ഇത് കൊഴുപ്പ് ഇങ്ങനെ വന്നിരിക്കണ്ട. ഇതും അതാണ്. ഇത് കക്കിയിട്ട് അതാണ്ട വായിക്കൂടെ വന്നുണ്ട്. ഇത് ഇങ്ങനെ വരും. ഇതാണ്. എന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് പാമ്പടിയായിട്ട് മരണപ്പെട്ടാൽ ഇങ്ങനെ വടി പോലെ ഇരിക്കും. കോഴിയായിരുന്നാലും നായായിരുന്നാലും പൂച്ചയായിരുന്നാലും ഒക്കെ ഇങ്ങനെ സ്റ്റിഫായി വടിയായിട്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ലക്ഷണം. അപ്പം നമ്മളെന്തായാലും അവൻ്റെ മോഷനൊക്കെ പോയി വേണ്ടേ, യൂറിനൊക്കെ ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നു. മരിച്ചിട്ട് ഏകദേശം 1 മണിക്കൂറുള്ള. എന്നിട്ട് യൂറിൻ പൊക്കോണ്ടിരിക്കുന്നു. മോഷൻ എന്താ പോയിട്ടുണ്ട്. ഇത് എങ്ങോട്ടാ പോയത്? ഇങ്ങോട്ടാണ് പോയത്. ഓ, അപ്പൊ ഇതൊക്കെ ഒത്തിരി ആഴ്ത്തിട്ടിരിക്കണോ? ഇതൊക്കെ ഒത്തിരി ആഴ്ത്തിട്ടിരിക്കണോ? ഇത് ആഴമുണ്ടോ?
അത്രേ ഉള്ളൂ, വീടിന്റെ പണിയുടെ വേസ്റ്റ് വേണം. സ്റ്റെയർ കേസ് ഒക്കെ നല്ല ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹോളില്ല അല്ലേ? ഇവിടെയൊക്കെ എല്ലാം ഈ കട്ടയ്ക്കടിയിലൊന്നും നിങ്ങൾ ഇവിടെയൊക്കെ നോക്കിയായിരുന്നോ? കണ്ടില്ല. ഇവിടെയൊക്കെ നോക്കിയായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെയൊക്കെ വലിയ ഹോളാ കേട്ടാ. ഇതുണ്ടോ നിങ്ങൾ പറഞ്ഞ ചെറുതെന്നല്ലേ? ഇത് കണ്ടോ ഹോള് താഴെ അറ്റം വരെ പോകുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്നും അല്ല ഇട്ടേക്കുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ ഇവിടെ ഇങ്ങോട്ട് പോകുന്നതെന്ന് അവർ പറഞ്ഞു. ഇപ്പൊ സ്റ്റെയർ കേസ് ടോർച്ച് ഇരിപ്പുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ഒരു ഹോളുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ മാളമുണ്ട്. ഇതിനകത്തിരിപ്പുണ്ട്. കുറച്ച് ഞാൻ നിരത്തുന്നത് ഇനി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കട്ടയ്ക്കത്തോട്ട് ഇറങ്ങിപ്പോയി പിന്നെ കിട്ടത്തില്ല. ഇവിടെ ഒരു കുഞ്ഞു മാളുണ്ട്, നമുക്ക് കാണാൻ നോക്കട്ടെ. ക്യാമറയിൽ കാണാൻ പറ്റില്ല, നല്ല ഉള്ളിൽ ചെറിയ ഹോളാണ്. നമ്മളെ ചെറിയ കമ്പ് ഞങ്ങളൊക്കെയാണ്, നമ്മളെ ചെറിയ കമ്പി കഷ്ണം ഞങ്ങളാണ് കമ്പി. അത് തന്നെ, അത് ഇങ്ങോട്ട്. നമുക്ക് ക്യാമറയിൽ ഇത് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ചെറിയ ഹോളാണ്. പക്ഷേ തിരിച്ച് ഇറങ്ങി വന്നാൽ ചിലപ്പോൾ കാണാമായിരിക്കും. ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ അതാ വന്നിട്ട് തിരികെ കേട്ടോ. ഇതാ വരുന്നുണ്ട്. കണ്ടു, ഇത്രയും വലിയൊരു നായുടെ ജീവൻ അപഹരിക്കാൻ ഇദ്ദേഹത്തിന് കഴിയും. ഇതൊരു കുഞ്ഞാണ്, ഏകദേശം 1.5 മാസത്തോളം പ്രായം വരുന്നൊരു കുഞ്ഞിനാണ്. അതിപ്പോൾ നമ്മളെപ്പോലുള്ളവർ കിട്ടിക്കാൻ ചിലപ്പോൾ അത് അപകടം ഉണ്ടാവുന്നില്ല. ഇത് പെട്ടെന്ന് ഇവൻ കയറി പിടിച്ചപ്പോൾ നാക്കിലോ ചുണ്ടിലോ എവിടെയെങ്കിലും കടിച്ചിട്ട് അവനെ പെട്ടെന്ന് മരണത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുഞ്ഞാണെങ്കിൽ പോലും കടിയേറ്റാൽ ഹോസ്പിറ്റലിൽ പോകണം. ചിലർ പറയും ചെറിയ പാമ്പിൻ്റെ കുഞ്ഞല്ലാനും കുഴപ്പമില്ല, അപകടമില്ലാന്ന്. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർക്കോ നമുക്ക് മനുഷ്യന്മാർക്കൊക്കെയാണ് അപകടം. ഇവർക്കറിയില്ല, ഇവർ ചാടി കുതിച്ച് നടക്കും. അപ്പോൾ എപ്പോഴും ബോഡി അനങ്ങിക്കൊണ്ട്, അപ്പോൾ കടി കിട്ടുമ്പോൾ പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ദേഹം നല്ലതായിട്ട് പിടിച്ചപ്പോൾ വേദനിച്ചപ്പോൾ വെച്ച് പിടിച്ചു. പക്ഷേ ഇതിൻ്റെ ദേഹത്തൊന്നും മുറിവൊന്നും കാണുന്നില്ല. മുറിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല കടി കിട്ടിയാണ്. പക്ഷേ സൂക്ഷിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു, മൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങളെ 1.5 മാസം കഴിഞ്ഞ് അവരിനി പുറത്തേക്ക് ഭക്ഷണം തേടി പോകുന്ന സമയമാണ്. വണ്ടി വാഹനങ്ങൾക്ക് അടിയിലൊക്കെ ഇരുന്ന് വരുന്ന സമയമാണ്. അതുപോലെ നമ്മൾ പല സാധനങ്ങൾ, ഇപ്പോൾ പുല്ല് വരെ അരിഞ്ഞ് അല്ലെങ്കിൽ വിറവൊക്കെ ശേഖരിച്ചുകൊണ്ട് വരുമ്പോൾ അതിനകത്തൊക്കെ ഇരുന്ന് വരുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നിസ്സാരമായിട്ട് കാണാതിരിക്കുക. പറ്റുമെങ്കിൽ
അപ്പോൾ നമുക്കറിയാം ഇതുപോലുള്ള വീട്ടിൻ്റെ സൈഡിൽ ഇങ്ങനത്തെയുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കണം. കാരണം ഇതൊക്കെ ഇട്ട് ഇങ്ങനെ 2 കല്ല് ഇങ്ങനെ കൂടിക്കിടന്നാൽ 2 കല്ല് ഇങ്ങനെ കൂടിക്കിടന്നാൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനകത്ത് ഇവൻ കയറിയിരിക്കും. അപ്പോൾ ഇത് സൂക്ഷിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. ഇങ്ങനെ കല്ല് കിടക്കുമ്പോൾ ഈ 2 ചെറിയ ഗ്യാപ്പ്, ഈ ചെറിയ ഗ്യാപ്പിനകത്തൊന്നും നമ്മൾ അറിയത്തില്ല. നമ്മളിന്ന് ഈ കല്ലെടുക്കും, പെട്ടെന്ന് കടിയിട്ടു. അങ്ങനെ ഇപ്പോൾ തുടർച്ചയായിട്ട് ഈ ഒരു മുട്ട വിരിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു കേരളത്തിൽ തന്നെ ഏകദേശം ഒരു 100-ലേറെ കടികൾ ഈ മൂർഖൻ പാമ്പ് കുഞ്ഞധികളെ കടി കിട്ടുന്നുണ്ട്. കുഞ്ഞായതുകൊണ്ട് ആരും ഗൗനിക്കാതെ പോകുന്നു. ഈ അടുത്ത കാലത്തൊക്കെ കടി കിട്ടിയിട്ട് ചെറിയ നീര് വെച്ച് പിറ്റേന്ന് ആൻറ്റിവനെ എടുക്കേണ്ടി വരാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം, നിർബന്ധമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണ്ടല്ലോ. ഇത് കുഞ്ഞു മക്കളെയാണ് നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. കുഞ്ഞു മക്കളുടെ കളി സാധനങ്ങൾ, സൈക്കിള്, ചെറിയ വാഹനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പുറത്തൊരിക്കലും വെളി വെക്കരുത്. വെച്ചിട്ട് അതേപടി എടുത്ത് വീട്ടിനകത്ത് കൊണ്ട് വെക്കരുത്. അപ്പോഴൊക്കെ അപകടമാണ്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുന്നേ കോഴിക്കോട് ജില്ലയിലൊരു 2 വയസ്സുള്ള മകൻ സൈക്കിള്, കൊച്ചുകുട്ടിയുടെ 3 വീലുള്ള സൈക്കിൾ രാവിലെ വന്ന് എടുത്തു. ആ സൈക്കിളിൻ്റെ ഹാൻഡിലിൽ മറ്റേ മലബാർ പിറ്റി പേപ്പർ എന്നിരുന്നു അതിഥി കടിച്ചു. അതിഥി ഇരുന്നു, അത് കുട്ടി പിടിച്ചപ്പോൾ അത് കടിച്ചു. കുട്ടി പോയി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്നെ പാമ്പ് കടിച്ചു. അപ്പോൾ അവർ വിചാരിച്ചു ഉമ്മയായിരിക്കുമെന്ന് വിചാരിച്ചു. അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വൈകി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ 2 വയസ്സുള്ള മോൻ മരണപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. ഒരു ബോട്ടിലിങ് തരാമോ? ഒരു കുഞ്ഞനത് ഒരിക്കലും നിങ്ങൾ നിസ്സാരമായിട്ട് കാണാതിരിക്കുക. ഒരിക്കലും നിങ്ങളിത് എന്താ പറയുക, മൂർഖൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് കാണാതിരിക്കുക. ഇപ്പോൾ ഇവയൊക്കെ പതുങ്ങി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പതുങ്ങിയിരിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ പരമാവധി കൊടുക്കാതിരിക്കുക. പരമാവധി പറ്റുമെങ്കിൽ വിറവൊക്കെ നിങ്ങൾ ഹൈറ്റിൽ വെക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂട്ടിയിടാതിരിക്കുക. അപ്പുറത്തും ഇപ്പുറത്തുള്ള മാളങ്ങളൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ മണ്ണിട്ട് അടച്ചു വെക്കുക. പിന്നെ അതുപോലെ ചെരുപ്പ്, ഷൂ ഒക്കെ ഉള്ള സാധനങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ താഴെ വെക്കാതിരിക്കുക. അതുപോലെ ചവിട്ടി എന്ന് പറഞ്ഞ സാധനം ഒരു കാരണവശാലും ചവറിനോട് പടിയിലിടുമ്പോൾ ചേർത്തിടാതിരിക്കുക. ചവിട്ടി ശാലം ഗ്യാപ്പിട്ടിടുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാതെ നമുക്ക് രക്ഷ നേടാൻ കഴിയും. അത് നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല, അടപ്പുടങ്ങിയത്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട വളർത്തുനായെ കടിച്ച് മരണപ്പെട്ടു. ആദ്യം നമ്മൾ പിടിച്ചു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 2 പേരുടെ നന്ദി. നമസ്തേ.